എന്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ്, റെക്കോർഡിംഗ് ആവുന്നതേ ഉള്ളൂ. ഓം ശ്രീ സായിരാം. ആയിട്ടില്ല അമ്മ, റെക്കോർഡ് ആയിട്ടുണ്ടല്ലോ. തുടങ്ങിക്കോളൂ, ആയിട്ടുണ്ട് അമ്മ, ഇപ്പൊ ആയത്. ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായിദേവായ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നമ്മളുടെ ഭഗവത്ഗീത വിചാരത്തിന്റെ 108ാമത്തെ പാർട്ടില് നമ്മൾ ഇന്ന് കയറുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്തായാലും ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് ശ്രദ്ധത്രയ വിഭാഗ യോഗം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധയുടെ 3 വിഭാഗങ്ങൾ, അതാണ് ഭഗവാൻ. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം. വിശ്വാസത്തിൽ എല്ലാ തലത്തിലും നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എങ്ങനെയാണ് ഗുണത്രയ വിഭാഗം, ആ ഗുണത്രയങ്ങൾ എങ്ങനെയാണ് വിശ്വാസത്തിന്റെ 3 ഭാഗങ്ങളായിട്ട് വരുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും സത്വ രജസ് തമോ ഗുണങ്ങളായിട്ട് എങ്ങനെ വിഭാഗിച്ചപ്പെടുന്നതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ തപസ് അതുപോലെ 3ആയിട്ട് ഭഗവാൻ പറഞ്ഞു. വാങ്മയ തപസ്, ശാരീരിക തപസ്. ഇനി നമുക്ക് ഭഗവാൻ പറയുന്നത് മാനസികമായ തപസ്സിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകം. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്തേതത് തപോമാനസമുച്യതേ. മനഃപ്രസാദ നമ്മൾ എപ്പോഴും മനസ്സ് പ്രസാദാത്മകമായിരിക്കണം. എപ്പോഴും അതിലൊരു നിരാശയോ സങ്കടമോ ഒന്നുമില്ലാതെ പ്രസാദാത്മകമായ പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരു മനസ്സായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. സൗമ്യത്വം, നമ്മുടെ സ്വഭാവം സൗമ്യമായിരിക്കണം. സൗമ്യമായ പെരുമാറ്റം, സൗമ്യമായ വർത്തമാനം, അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം. അതുപോലെ മൗനം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ സങ്കല്പങ്ങളിലേക്ക് നമ്മൾ തിരിച്ചുവിടും അല്ലേ. അതായത് നമ്മള് മനോരാജ്യങ്ങളിൽ മുഴുകാറുണ്ട് പല കാര്യങ്ങളിൽ. നമ്മുടെ കുട്ടികളെ പറ്റി, നമ്മുടെ ജീവിതത്തെ പറ്റി, ഭാവിയെ പറ്റി, നമ്മുടെ ഓരോ പ്രവൃത്തികളിൽ വരാൻ പോകുന്ന ഫലങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മനോരാജ്യം കാണും. നമ്മൾക്കറിയാലോ, മലർപ്പൊടിക്കാരന്റെ മനോരാജ്യം പോലെ വിചാരിച്ച് അങ്ങനെ പോകുമ്പോ മനസ്സെങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് പാടില്ല. മനസ്സിനെ മൗനമാക്കണം. അങ്ങനെയുള്ള സഞ്ചാരങ്ങൾ ഉപേക്ഷിച്ച് മൗനമായിട്ടിരിക്കാനായിട്ട് മനസ്സിനെ അതായത് കണ്ടമാനം ഈ ചഞ്ചലമായ സങ്കല്പങ്ങളുടെ പുറകെ പോവാതെ മനസ്സിനെ പിടിച്ചു നിർത്തണം. അതിനാണ് മൗനം എന്ന് പറയുന്നത്. അതുപോലെ ആത്മവിനിഗ്രഹ, ഏകാഗ്രമായിട്ട് ഭഗവാനിൽ മനസ്സുറപ്പിക്കുക. അതിനാണ് ആത്മവിനിഗ്രഹം. അതിനെന്താണ് വേണ്ടത്? മനഃശുദ്ധിയാണ് വേണ്ടത്. അപ്പൊ മനസ്സ് സദാ പ്രസന്നമാക്കി വെക്കണം. ആരോടും എല്ലാവരോടും സൗമ്യമായ വാക്കും പ്രവൃത്തിയും ഉണ്ടാവണം. മനോരാജ്യത്തിൽ മുഴുകാതെ മനസ്സിനെ ശാന്തമാക്കി വെക്കണം. മനസ്സിനെ ഈശ്വരനിൽ ഏകാഗ്രമായിട്ട് ഉറപ്പിക്കണം. സർവത്ര ഈശ്വര ഭാവന, അതാണ് ആത്മഭാവന എന്ന് പറഞ്ഞത്, ഉണർത്തിയാൽ മാത്രമേ നമുക്ക് മനഃശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെയാണ് മാനസികമായ തപസ്. മനസ്സുകൊണ്ട് നമ്മൾ തപസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മാനസം തപ ഉച്യതേ. മനസ്സുകൊണ്ടുള്ള തപസ് വളരെ ശ്രേഷ്ഠമാണെന്നാണ് ഭഗവാൻ പറയണം. ഏത് പരിതസ്ഥിതിയിലും മനസ്സിന്റെ പ്രസന്നത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക മാനസികമായ ഏറ്റവും വലിയ തപസ്സാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ധാരാളം പ്രശ്നങ്ങൾ. ഇപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചിരിക്കാത്ത പ്രശ്നങ്ങളാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ മനഃപ്രസാദം നിലനിർത്താൻ പറ്റുക നമുക്ക്? ഏത് തപസ്, അതുകൊണ്ടാണ് അതിനെ വലിയ തപസ്സായിട്ട് ഭഗവാൻ പറയുന്നത്. ഏത് സമയത്തും സമനില പാലിക്കുക, ഏത് സമയത്തും മനസ്സിന്റെ സമനില തെറ്റാതെ അതിനെ പ്രസന്ന ഭാവത്തോടെ വെക്കുക. അതായത് അത്രയധികം ഈശ്വരനിൽ മുഴുകിയ ഒരു മനസ്സിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊരു വലിയ തപസ്സാണെന്ന് ഭഗവാൻ പറയുന്നത്.
മനസ്സിന്റെ പ്രസന്നത നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ലോകത്തൊന്നും സാധിക്കാനില്ല. നമ്മളിങ്ങനെ നിരാശപ്പെട്ടോ പിന്നെ ഡിപ്രഷൻ അടിച്ചോ ഇരുന്നത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാവാൻ പോണില്ല. നമ്മുടെ ജീവിതത്തിൽ നാശോന്മുഖമായിട്ടും അധപ്പതനത്തിലേക്കും പോയി നമ്മൾക്ക് നാശോന്മുഖമായിട്ട് നമുക്ക് നാശം, നമുക്ക് ആത്മനാശം ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പോണില്ല. ലോകത്തും ഉണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവില്ല. അതുകൊണ്ട് നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ കേട്ടില്ലേ എന്തൊക്കെ മഹാ നഷ്ടങ്ങളാണ് ഈ 2-3 ദിവസമായിട്ടൊക്കെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കുവൈറ്റിലൊക്കെ സംഭവിച്ചതെന്നാണ്. നമുക്ക് ഓർക്കാൻ പറ്റും എന്തുമാത്രം എത്ര ദുഃഖകരമായ സംഗതികളാണ് നടക്കുന്ന ലോകത്ത്. അപ്പം അതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ജീവിതം അങ്ങനെയാണ്. ഒന്നും നമുക്ക് അത് ഈ നഷ്ടങ്ങൾ വരുമ്പം, ലാഭങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക, നഷ്ടം വരുമ്പോൾ സങ്കടപ്പെടുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല, നമുക്കൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ഏത് അവസ്ഥയിലും നമ്മുടെ ശാന്തിയും ശീതളതയും മനസ്സിന് ഭയങ്കരമായ ഒരു തപസ്സാണത്. ഭയങ്കരമായ ഒരു സാധനയിലൂടെ അത്രയധികം ഈശ്വരനിൽ ലയിച്ച ഒരു മനസ്സിന് മാത്രമേ ആ ഒരു നിലയിൽ എത്താൻ പറ്റുകയുള്ളൂ. എന്നാലും ഭഗവാൻ പറയുന്നു അതാണ് ഐഡിയൽ, അതാണ് ആദർശം, അതാണ് നമ്മുടെ മുമ്പിൽ വെക്കേണ്ട ആദർശം അതാണ്. അപ്പം എപ്പോഴും അങ്ങനെ നമ്മുടെ മനസ്സ് മുഖത്തിന്റെ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയും. അപ്പൊ നമ്മുടെ മുഖത്ത് നിരാശയാണെങ്കിൽ നമ്മുടെ മുഖത്ത് അതോടെ തന്നെ പ്രകടമാകും. സങ്കടവും സന്തോഷവും ദേഷ്യവും എല്ലാം നമ്മുടെ മുഖത്ത് പ്രകടമാകും. അതുകൊണ്ടാണ് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനപ്രസാദമുള്ള ആളിൻ്റെ അടുത്ത് എല്ലാവരും, ലോകം മുഴുവൻ അയാളുടെ സുഹൃത്തായിരിക്കും. അയാളോട് ആരോടും ഒരു വിരോധഭാവം അയാളോട് ആർക്കും തോന്നുകയില്ല. മോക്ഷം അയാളുടെ കൈകളിൽ ഇരിപ്പുറപ്പിക്കും. ദുഃഖം അയാളെ സമീപിക്കുകയേയില്ല. ബുദ്ധിയാണെങ്കിൽ സദാ നേർവഴി കാണിച്ചുകൊണ്ടിരിക്കും. മനപ്രസാദമുള്ള ഒരാൾക്ക് മാത്രമേ സൗമ്യനായിരിക്കാൻ പറ്റൂ. നമ്മുടെ മനപ്രസാദം ഇല്ലെങ്കിൽ, മനസ്സ് ചഞ്ചലമാണെങ്കിൽ, മനസ്സിൽ സർവ്വതര വികാരങ്ങളും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ സൗമ്യനായിരിക്കാൻ പറ്റും? അപ്പൊ സൗമ്യത്വം എന്ന് പറയുന്നത് മനപ്രസാദത്തിന്റെ ഫലമാണ്. മനപ്രസാദമുള്ള ഒരാൾക്ക് സൗമ്യഭാവം നാച്ചുറലായിട്ട് സംഭാഷണത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആ സൗമ്യത ഉണ്ടാകും. മനോരാജ്യമാണ് മനസ്സിന്റെ വാചാലത്വം. മനോരാജ്യം എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് സംസാരിക്കുന്നത്. എങ്ങനെയാണ് മനസ്സിനെ അലഞ്ഞു നടന്ന് പലതര സങ്കല്പങ്ങളിൽ കുരുക്കിയിടുന്നതാണ് മനസ്സിന്റെ വാചാലത്വം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മനോരാജ്യം ഒഴിവാക്കണം. നമ്മൾ അതും ഇത് സങ്കല്പിച്ച് സമയം കളയുന്നതുകൊണ്ട് സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. മലർപ്പൊടിക്കാരനെ ഓർത്താൽ മതി, അയാൾക്കൊന്നും സാധിച്ചില്ല, ഉള്ളതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ ആ സങ്കല്പങ്ങൾക്ക് വിടാതെ മനസ്സിനെ ശാന്തമാക്കി വെക്കുന്നതിനാണ് മനസ്സിന്റെ മൗനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ മൗനമായ മനസ്സിനെ നമുക്ക് ഈശ്വരങ്കിൽ ഏകാഗ്രമാക്കാനായിട്ട് പറ്റും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഈശ്വരപരമായ ഏകാഗ്രതയിലോടുകൂടെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ തപസ്. ഇന്ദ്രിയങ്ങളും മനസ്സും ഒരുപോലെ തന്നെ ഈ ലോകത്തിന്റെ മെരട്ടുകളിലൊന്നും പെടാതെ, സങ്കല്പങ്ങളിലൊന്നും പെടാതെ, മനോരാജ്യങ്ങളിലൊന്നും പെടാതെ സൗമ്യമായി, ശാന്തമായി, മൗനമായി എപ്പോഴാണോ നമ്മൾ ഈശ്വരനിൽ തന്നെ ഏകാഗ്രമായിട്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ തപസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ശാരീരികമായിട്ട് തലകുത്തി നിൽക്കുന്നത് കൊണ്ടോ, ഭക്ഷണം ഇരിക്കുന്നതുകൊണ്ടോ, ഉപവാസം ചെയ്യുന്നതുകൊണ്ടോ, തീർത്ഥയാത്ര ചെയ്യുന്നതുകൊണ്ടോ അതൊന്നും തപസ്സാകുന്നില്ല. ഇത് മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ തപസ്. മനോഭാവം എപ്പോഴും ഭാവസംശുദ്ധമായിരിക്കണം. നമ്മുടെ മനസ്സിലെ ഭാവം ശുദ്ധിയുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈശ്വര ഭാവന ഉള്ളിടത്ത് മാത്രമേ ശുദ്ധി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് സ്വാർത്ഥതയോ ആരോടെങ്കിലും ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈശ്വര ഭാവനയോടുകൂടെ ഇരിക്കുന്നതാണ് ശുദ്ധി. ഈശ്വര ഭാവന ഇല്ലാതെ ഇരിക്കുന്നതാണ് അശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ തപസ്സിനെ ഇങ്ങനെ ഭഗവാൻ 3ആയിട്ട് വേർതിരിച്ചു കാണിച്ചു. വാങ്മയ തപസ്, ശാരീരിക തപസ്, മനസ്സുകൊണ്ടുള്ള തപസ്. പിന്നെ ഭഗവാൻ പറയുകയാണ് ഇത് 3ഉം പക്ഷെ പരസ്പര പൂരകങ്ങളാണ്. ഇത് 3ഉം പരസ്പരം ശരീരവും മനസ്സും വാക്കും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ 3 തപസ്സുകൾ ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഭാവസംശുദ്ധമായ മനസ്സുകൊണ്ട് തപസ് ചെയ്യുക എന്നുള്ളതാണ് നിന്റെയൊക്കെ ലക്ഷ്യം. ഈ തപസ്സിനെ തന്നെയും ഭഗവാൻ 3ആയിട്ട് വിഭജിച്ച ശേഷം അതിലേതാണ് സത്വം, ഏതാണ് രജസ്, ഏതാണ് തമസ് എന്ന് വീണ്ടും പറഞ്ഞു തരികയാണ് അടുത്ത ശ്ലോകങ്ങളില്. ശ്രദ്ധയോ പരയാ
യുക്തം തപസ്തത്രിവിധം നരൈഃ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിരക്ഷതേ. ഏത് തപസ്, മാനസികമാകട്ടെ, പിന്നെ ശാരീരികമാകട്ടെ, വാങ്മയ തപസ്സാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതെങ്ങനെയാണ് സാത്വികം എന്ന് ആ ഗ്രൂപ്പിൽ എങ്ങനെ വരും? അതിന് ഭഗവാൻ പറയുന്നത് ഫലകാംക്ഷ ഇല്ലാതെ, ഭൗതികമായ ഫലങ്ങളൊന്നും കൊതിക്കാതെ, യുക്തൈഹി ഈശ്വരബുദ്ധി ഉറച്ച് യുക്തമായിട്ട്, നരൈ മനുഷ്യനാൽ പരയാ ശ്രദ്ധയാ ചിത്തശുദ്ധിയോടുകൂടി എങ്ങനെയാണോ പിന്നെ ഈശ്വരൻ ഉറപ്പിച്ച മനസ്സുകൊണ്ട് സത്യദർശനം മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ആരാണോ ഏത് തപസ്സും ചെയ്യുന്നത്, അത് വാങ്മയമായിക്കോട്ടെ, പിന്നെ ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള തപസ്സാണെങ്കിലും ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സാത്വികമായ തപസ്സെന്ന് പറയുന്നത്. അതായത് ഭൗതിക ഫലമൊന്നും കൊതിക്കാത്തവരും ഈശ്വരബുദ്ധിയിൽ ഉറച്ചവരുമായ മനുഷ്യരാൽ ചിത്തശുദ്ധിയിൽ കൂടി സത്യദർശനം മാത്രം ലാക്കാക്കി അനുഷ്ഠിക്കുന്ന മേൽ വിവരിച്ച 3 വിധ തപസ് ഏത് തരത്തിൽ ചെയ്താലും കുഴപ്പമില്ല. എല്ലാവിധ തപസ്സുകളും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് സാത്വിക തപസ്സായിട്ട് മാറും. സാത്വികം പരിചക്ഷതേ. ഈശ്വര ദർശനത്തിന് സഹായിക്കുന്ന ഗുണമാണ് സത്വം. നമുക്ക് രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ നിന്നാൽ ഈശ്വരപ്രാപ്തി ഉണ്ടാവില്ല. ഈശ്വരപ്രാപ്തി വേണമെങ്കിൽ തമസ്സും രജസ്സും പൂർണ്ണമായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം. സത്യമായിട്ട് സാത്വികമായ രീതിയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വരപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോ തപസ് സാത്വിക ശ്രദ്ധയോടുകൂടി ആയിത്തീരാൻ 3 കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. ശാരീരികം, വാങ്മയം, മനസ്സ്. ഈ 3 തരം തപസ് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഭാവം? ഫലേച്ഛ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഈ തപസ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാവണം, ഇങ്ങനെ ഉണ്ടാവണം, അത് ലഭിക്കണം, ഇത് ലഭിക്കണം എന്ന ഭാവത്തിൽ നമ്മൾ തപസ് ചെയ്യുകയാണെങ്കിൽ അത് സാത്വിക തപസ്സായി മാറില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളെല്ലാം ഭഗവാന് വിട്ടുകൊടുത്തുകൊണ്ട് എനിക്ക് ചിത്തശുദ്ധി ഉണ്ടാവുവാനാണ് ഞാൻ ഈ 3 തരം തപസ്സുകളും ചെയ്യുന്നത്. എനിക്ക് ചിത്തശുദ്ധി ഉണ്ടായാൽ മാത്രമേ ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുകയുള്ളൂ. എനിക്ക് ഭഗവത് പ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാകണം. ചിത്തശുദ്ധി മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഭഗവാനെ. അതിനാണ് ഞാൻ ഈ 3 തരം തപസ്സുകളും ചെയ്യുന്നത്. എല്ലാ കർമ്മങ്ങളും ഞാൻ അനുഷ്ഠിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഫലചിന്ത വെടിയുന്ന മനസ്സ് പിന്നെ സദാ ഭഗവാനെ സ്മരിക്കും. അതാണ് യുക്തമായിട്ടുള്ള കാര്യം. ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ഈശ്വരപ്രാപ്തി കൈവരിക്കുവാൻ ഈശ്വരപ്രാപ്തി എന്ന ലക്ഷ്യം ഒരിക്കലും കൈവിടുന്നില്ല. എപ്പോഴും ലക്ഷ്യം മുന്നിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് പാതയിലൂടെ ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫലേച്ഛ വെടിഞ്ഞ് ഭഗവത് സ്മരണം നിലനിർത്തി ലക്ഷ്യമായ ഭഗവത് പ്രാപ്തി എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആരാണോ മുന്നോട്ട് ഏത് തരം തപസ് ചെയ്താലും ആ തപസ് സാത്വികമായിട്ട് മാറുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ 3 വിധ പിന്നെ തപസ്സിന്റെയും ഭാവന നമ്മൾ മാറ്റാൻ, ഈ ഭാവനയോട് ചെയ്യുകയാണെങ്കിൽ അത് സത്യമായി. ഇനിയോ രജസ്സാണ്. എങ്ങനെ രജോ ഗുണമാവുന്ന എങ്ങനെയാണ്? സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമഭ്രുവം. മറ്റുള്ളവരിൽ നിന്നും തനിക്ക് മാനം കിട്ടണം, പൂജനീയവനാണ്, എല്ലാവരും എന്നെ അഭിനന്ദിക്കണം, എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്നൊക്കെയുള്ള വിചാരം, അതാണ് സത്കാര മാന പൂജാർത്ഥം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കർത്തവ്യങ്ങൾ, തപസ്സുകൾ. താൻ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് പിന്നെ ഉള്ള പൂജകൾ. ഞാൻ കണ്ടോ, ഞാൻ ചെയ്യുന്നത് കണ്ടോ എന്ന് വിളംബരപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാം ചെയ്യുക. പരസ്യമുണ്ട് എല്ലാത്തിനും. മറ്റുള്ളവരിൽ നിന്നും തനിക്ക് സൽക്കാരം, മാനം, പൂജ എന്നിവ കിട്ടണം എന്ന കൊതിയോടുകൂടി താൻ ധർമ്മിഷ്ഠനാണെന്ന് 4 പേരെ കാണിച്ചുകൊണ്ട് പരസ്യപ്പെടുത്തിക്കൊണ്ട് ആചരിക്കുന്ന തപസ്സാണ് രജോ ഗുണം. അതില് ലോകത്ത് സ്ഥിരമായത് അനുഷ്ഠിക്കാൻ കഴിയാത്തതും ശാശ്വത ഫലം നൽകാത്തതുമായ തപസ്സാണത്. നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ മറ്റുള്ളവരുടെ മാന്യത നേടിക്കൊണ്ടും മറ്റുള്ളവരുടെ അഭിനന്ദനം നേടിക്കൊണ്ടും എപ്പോഴും പ്രവർത്തിക്കാൻ പറ്റുമോ? ചില സമയത്തൊക്കെ നമ്മുടെ പ്രവൃത്തികൾ വഴുതി പോവും, അല്ലേ? അതൊന്നും കിട്ടാതെ ആയിപ്പോവും. അതുപോലെ എപ്പോഴും എല്ലാവരെയും കാണിച്ചുകൊണ്ട് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് അത് ശാശ്വതമായ ഒരു രീതിയല്ല. ഇന്ന് ലോകത്ത് അത് സ്ഥിരമായിട്ട് അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യുന്ന ഈ ഒരു തപസ്സിനാണ് രാജസ തപസ് എന്ന് പറയുന്നത്. ഒരിക്കല് ഗുരുവായൂര് ഒരു കടക്കാരനുണ്ടായിരുന്നു. അയാള്
വളരെ സാധുവാണ്. അപ്പൊ അങ്ങേര് നോക്കുമ്പോ ദിവസവും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഒരുപാട് പേര് തുലാഭാരങ്ങൾ ചെയ്യണു. പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് തുലാഭാരം, പല എന്തെല്ലാം വസ്തുക്കളാണ് അവിടെ വരുന്നത്. നമ്മുടെ ശോഭ പിന്നെ എന്തോ ബിൽഡേഴ്സ് സ്വർണം കൊണ്ടാണ് തുലാഭാരം ചെയ്തത്. അങ്ങേരുടെ അത്ര തന്നെ ഇതില് സ്വർണം കൊണ്ട് തുലാഭാരം ചെയ്തു. അങ്ങനെ പല വസ്തുക്കൾ കൊണ്ടാണ് അവിടെ തുലാഭാരം ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നി എനിക്കും കൂടെ ഒരു ഭഗവാന് തുലാഭാരം ഭഗവാനുള്ള സമർപ്പണമാണല്ലോ. വസ്തു സമർപ്പണം, നമ്മളെ തന്നെ സമർപ്പിക്കുന്നതായിട്ട് നമ്മള് തൂക്കത്തിനുള്ള വസ്തു സമർപ്പിച്ചുകൊണ്ട് അത് വന്നത് നമ്മുടെ സത്യഭാമ ചെയ്ത തുലാഭാരത്തിൽ നിന്നുണ്ടായതാണ് ആ ഒരു ഇത്. അതറിയാലോ, സത്യഭാമയുടെ തുലാഭാരവും രുക്മിണി വന്നൊരു ഒരു ഒരു തുളസിയില വെച്ചപ്പോ ഭഗവാന്റെ തൂക്കം സമം ആയത്. അതുപോലെ അന്ന് തുടങ്ങിയതാണ് ഈ തുലാഭാരം എന്നുള്ള ഏർപ്പാട്. അപ്പൊ എത്ര കാലം മുമ്പ് അല്ലെ. അപ്പൊ എന്ത് പറ്റി, ഇയാൾക്ക് ഭയങ്കര ഒരു മോഹം. അപ്പൊ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഭഗവാൻ? ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ വെള്ളം കൊണ്ട് തുലാഭാരം ചെയ്യാം, എന്റെ സങ്കടങ്ങൾ തീർത്തു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങേർക്ക് നമ്മൾ തുലാഭാരം ചെയ്യുന്ന എപ്പോഴും ഒരു അസുഖം മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനോ ഒക്കെ തന്നെയാണ്. നമ്മളൊരു വഴിപാട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ആഗ്രഹസിദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ തുലാഭാരം ചെയ്യുന്നത്. അപ്പം എനിക്ക് വേണ്ടി തുലാഭാരം ചെയ്തിട്ടുണ്ട്. ഞാൻ പഴം കഴിക്കുമ്പോൾ എനിക്ക് ശന്നി വരുമായിരുന്നു അത്ര കൊച്ചിലെ. 1 വയസ്സ് 2 വയസ്സിലൊക്കെ ജന്നി വരും. അപ്പൊ അമ്മ നേർന്നു പാളയംകുടം പഴം കഴിക്കുമ്പോ ജന്നി വരുന്നോണ്ട് പാളയംകുടം പഴം കൊണ്ട് ഏറ്റുമാനൂരപ്പന് തുലാഭാരം നെയ്യാന്നമ്മ നേർന്നു. അതോടെ എന്റെ ശന്നി നിന്നു. പിന്നെ 12 വയസ്സിലാണ് അത് ചെയ്തത് ഞാൻ പോയിട്ട്. പിന്നെ 12 വയസ്സിലാണ് അത് ചെയ്യാൻ പറ്റിയത്. 1 വയസ്സൊന്നും പറ്റിയില്ല. എന്തായാലും അങ്ങനെ തുലാഭാരം നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യസാധ്യത്തിന് നമ്മൾ ഭഗവാനെ വളരെ ഇതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, വെള്ളം കൊണ്ട് ചെയ്യാം സ്വാമി എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് എന്താ, അങ്ങേർക്ക് ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിക്കുകയല്ലേ, ദിവസവും എന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കും. അപ്പത്തേക്ക് അങ്ങേരുടെ ബിസിനസ് അങ്ങനെ വളരാൻ തുടങ്ങി. വളർന്ന് നിങ്ങൾ ഭയങ്കര ഗുരുവായൂരുള്ള ബിസിനസ് അല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ശോഭിച്ച് ധാരാളം പണവും നല്ല ബിസിനസ്സും, ഹോട്ടൽ ബിസിനസ് അല്ലേ, വളരെ അങ്ങോട്ട് ഉയർന്നപ്പോഴത്തേക്കും കാറായി, വീടായി, പിന്നെ സ്വർണ്ണാഭരണങ്ങളായി, നല്ല പട്ടുവസ്ത്രങ്ങളായി, എല്ലാമായി. അപ്പോഴാണ് വിചാരിച്ചു, ഭഗവാന് ഇനിയും തുലാഭാരം നേരണം, എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തന്നു, അപ്പൊ തുലാഭാരം ചെയ്യണം. അതിനായിട്ട് വന്നു. വളരെ രണ്ട് വേഷ്ടി, ഭാര്യ പറഞ്ഞു 2 വേഷ്ടി എടുത്തോളൂ. ഒന്ന് തുലാഭാര തട്ടിലെടുക്കുമ്പം അടിയിലത്തെ നമ്മൾ ഇരിക്കുമ്പോ വേഷ്ടി കേട് വരും, അഴുക്കാവും. അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ, പട്ടുവേഷ്ടിക്ക് മുകളിൽ ഒരു മറ്റ് സാധാരണ വേഷ്ടിയും കൂടെ എടുത്തോളൂ എന്ന് 2 വേഷ്ടിയൊക്കെ എടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് സ്വർണം കൊണ്ടാണ് പിന്നെ നേരുന്നത്. സ്വർണം കൊണ്ട് വെക്കണു, എത്ര വെച്ചിട്ടും ശരിയാവണില്ല. അപ്പൊ എന്താണ് മനസ്സിലായില്ല. ഭഗവാൻ അപ്പൊ അവിടുത്തെ തിരുമേനി പറഞ്ഞു, ഭഗവാന് തൃപ്തിയില്ലല്ലോ നിങ്ങളുടെ ഇതിന്, അപ്പൊ ഇതല്ല വേണ്ട. അപ്പൊ പിന്നെ എന്താണ്, പിന്നെ പല വസ്തുക്കൾ, പഴം കൊണ്ട്, പഞ്ചസാര കൊണ്ട്, ശർക്കര കൊണ്ട്, നെയ്യ് കൊണ്ട്, പല വസ്തുക്കൾ. അങ്ങേര് ഭയങ്കര പണക്കാരനാണ്. അപ്പൊ അങ്ങേർക്ക് ആ ഒരു നന്ദി, കൃതജ്ഞത ഭഗവാനോട് പ്രദർശിപ്പിക്കാൻ പല പല വസ്തുക്കൾ കൊണ്ട് ചെയ്തു. എന്ത് വസ്തു വെച്ചാലും തട്ട് തൂങ്ങില്ല, അയാളുടെ തട്ട് തൂങ്ങുന്നതേ ഇല്ല ഭഗവാന്റേത്. അപ്പൊ എന്ത് വെച്ച് അങ്ങേര് തിരുമേനിക്ക് തോന്നി ഇതിൽ എന്തോ ഒരു അപാകതയുണ്ട് ഇങ്ങേര്. അപ്പൊ അങ്ങേരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് തുലാഭാരം നേരാന്ന് ഭഗവാനോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, തിരുമേനി, ഞാൻ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു അബദ്ധം ചെയ്തതാണ്. ഇപ്പൊ എന്റെ ഈ അവസ്ഥയിൽ ഞാൻ അത് ചെയ്ത മോശമല്ലേ ഭഗവാൻ, അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത്. പിന്നെ അപ്പൊ ശരിക്കും നിങ്ങൾ എന്താണ് നേർന്നത്? അപ്പൊ പറഞ്ഞു, ഞാന് ഇവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ വെള്ളം കൊണ്ട് തുലാഭാരം ചെയ്തുകൊള്ളാന്നാണ് ഭഗവാൻ നേർന്നതെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്ത് അഹങ്കാരമാണ് കാണിച്ചത്? ഭഗവാൻ എന്താണ് കൊടുക്കാന്ന് പറഞ്ഞത് അതല്ലേ കൊടുക്കേണ്ടത്. അതിന് പകരം എന്ത് കൊടുത്താലും ഭഗവാൻ അതിൽ സംപ്രീതനാവില്ലല്ലോ. അപ്പൊ മനസ്സിലായില്ലേ, വേഗം പോയിട്ട് വെള്ളം കോരിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. വെള്ളം കോരിക്കൊണ്ടുവന്ന് വലിയൊരു കുടം നിറച്ച് വെള്ളം കൊണ്ടുവന്നു. വെള്ളം കൊണ്ടുവന്ന് വെച്ചു, പിന്നെയും തൂങ്ങുന്നില്ല. അപ്പൊ കാര്യം എന്താ അറിയാം, അപ്പൊ ചോദിച്ചു, അപ്പൊ എന്താ കാര്യം അറിയാം, വേസ്റ്റ് 2 എടുത്തിരിക്കുകയാണ്. പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്തിരിക്കണത് എന്ന് വെച്ചാൽ, അഴുക്കാവെന്ന് പറഞ്ഞിട്ട് പട്ട് വേസ്റ്റ് അഴുക്കാവെന്ന് വെച്ചിട്ട് മറ്റേ വേസ്റ്റിങ്ങൾ എടുത്തിരിക്കുക. നിങ്ങൾ ഏത് രീതിയിലാണോ ഭഗവാൻ സമർപ്പിച്ചത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യൂ, എന്നാൽ മാത്രമേ ഭഗവാൻ സംപ്രീതനാവൂ എന്ന് പറഞ്ഞു. അപ്പം വേഗം അയാൾ വേഷ്ടിയൊക്കെ ഊരി മാറ്റി സാധാരണ ഒരു മുണ്ടൊക്കെ എടുത്ത് ആ ഒരു കുടം വെള്ളം വെച്ചപ്പം അത് ശരിക്ക് തൂങ്ങി. അത് ശരിക്ക് ഭഗവാന് സമനിലയിൽ വന്നു. അപ്പൊ അങ്ങേര് ക്ഷമ ചോദിക്കുകയാണ് ഭഗവാനോട്. ഇതാണ് നമ്മള്
രാജസമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കില്ല. നമ്മൾക്ക് ഭഗവാന് വെള്ളമുണ്ടോ സ്വർണമുണ്ടോ ഇതൊക്കെ വരെ സർവ്വതിനും അധീശനായ ഭഗവാന് സ്വർണം എന്തിനാ, അല്ലെങ്കിൽ വെള്ളം എന്തിനാ, എന്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയശ്ചതി. അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. യോമേ ഭക്ത്യാ പ്രയശ്ചതി. ഒരഹങ്കാരവുമില്ലാതെ സർവം സമർപ്പിക്കുന്നു ഭഗവാനെ. ഇതാ ഈ ഒരു പുഷ്പം, ഈ ഒരു പത്രം എടുത്തോളൂ, ഈ ഒരു പുഷ്പം എടുത്തോളൂ, ഈ ഒരു ജലം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും. അല്ലാതെ നമ്മൾ ഈ രാജസമായ തപസ്സുകൊണ്ട്, അതായത് അഹങ്കാരത്തോടുകൂടി വിനയമൊന്നുമില്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് രാജസ തപസ്സായിട്ട് മാറും. വേഷഭൂഷാദികളൊക്കെ പ്രകടനമാക്കി പിന്നെ സൽക്കാരങ്ങൾ ലഭിക്കാനായിട്ടും എല്ലാവരെയും പ്രശംസ നേടാനായിട്ടും എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തപസ്സാണെങ്കിൽ പോലും അത് രജസ്സായിട്ട് മാറും. അപ്പൊ അതിന് വിലയില്ലാണ്ടായി പോവും. അത് രാജസമായ തപസ് ശാശ്വത ഫലം നൽകില്ല. അതുകൊണ്ടാണ് അത് അധ്രുവമാണ്. തപസ്സിന്റെ ശാശ്വത ഫലമാണ് ആത്മസാക്ഷാത്കാരം. എന്തിനാണ് തപസ് ചെയ്യുന്നത്? ഏത് തരം തപസ് ചെയ്യുന്നത്? ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണ്. അത് മാത്രമാണ് ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമാവില്ല, നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമാവില്ല. അപ്പൊ അത് രാജസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ മാറിപ്പോയി, നമ്മുടെ വിശ്വാസം മാറിപ്പോയി. നമ്മുടെ വിശ്വാസം സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് പോയി ഭഗവാനെ മറന്നു. പിന്നെ അതെങ്ങനെ ശരിയാവും? നല്ല തപസ്സാവും. അത് രാജസിക തമസ്സാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ താമസമായ തപസ് എന്തായിരിക്കും? മൂഢഗ്രഹേണാത്മനോ യത്പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം തത്താമസമുദാവൃതം. മൂഢഗ്രാഹേണ, ഭൗതികതയിലുള്ള അതിമോഹം നിമിത്തം നമ്മുടെ അസുരന്മാരെല്ലാം ചെയ്തിരിക്കുന്ന തപസ്സുകൾ താമസ തപസ്സായിരുന്നു. തപസ്സുകൊണ്ട് ഭഗവാൻ വരമൊക്കെ കൊടുക്കും, പക്ഷെ അവരുടെ തപസ്സൊക്കെ താമസമായിരുന്നു. ആത്മന, ദേഹത്തെയും മനസ്സിനെയും പീഡിപ്പിച്ച് പരസ്യം അന്യനെ പ്രീതിപ്പിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി, നമ്മുടെ രാവണനും മറ്റും എല്ലാവരും യുദ്ധം ചെയ്ത് എന്തിനാണ്? തനിക്ക് ആരെയും കൊല്ലരുത്, ആരും തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട്. അതായത് തന്റെ ശത്രുക്കൾ ആരും തന്നെ കൊല്ലാൻ പാടില്ല, തനിക്ക് എല്ലാവരെയും കൊല്ലാൻ സാധിക്കണം. ഇതൊക്കെയായിരുന്നു അവരുടെ തപസ്സിന്റെ ഉദ്ദേശം. അപ്പൊ ആസുരമായ തപസ് മുഴുവൻ താമസികമാണ്. ഭൗതികതയിലുള്ള അതിമോഹ നിമിത്തം ദേഹത്തെയും മനസ്സിനെയും വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ട് അന്യന്റെ നാശം ലക്ഷ്യമാക്കിയുള്ള തപസ് ഏതാണോ അതിന് താമസം എന്ന് പറയുന്നു. താമസം ഉദാഹൃതം. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം താമസികമാകുന്നതോടെ നേരത്തെ പറഞ്ഞ ശരീരാദി 3 തപസ്സുകൾ, വാങ്മയ, ശാരീരിക, മാനസിക തപസ് എല്ലാം തന്നെ അതിന്റെ തപസ്സിന്റെ സ്വരൂപം തന്നെ നഷ്ടപ്പെട്ടു. തപസ് എന്നുള്ള വാക്കിന് പോലും അർഹതയില്ലാതെ ആയി തീർന്നു. അത് നഷ്ടമായിട്ട് പിന്നെ രാജസമാകുമ്പോ തന്നെ കുറെ പോയി. ബാക്കി താമസമാകുമ്പോ പൂർണ്ണമായിട്ടും ആ തപസ്സെന്ന് പറയാൻ പോലും വയ്യാത്ത രീതിയിൽ അത് അശുദ്ധമായി തീരുകയാണ്. അത്യന്തം അവിവേകമാണ് തപസ്സിന്റെ ലക്ഷണം. നന്മതിന്മകളോ കാലാകാലങ്ങളോ നോക്കാതെയുള്ള ഭൗതികമായ അതിമോഹമാണ് തമസ്സിന്റെ രൂപം. അത് സഫലമാക്കാനായി തമോ ഗുണമാണ് സ്വന്തം ദേഹത്തെയും മനസ്സിനെയും പോലും വല്ലാതെ പീഡിപ്പിച്ച് ചിലപ്പോൾ ഘോരമായ രീതിയിൽ തപസ് അനുഷ്ഠിക്കുന്നത്. തന്റെ വിദ്വേഷത്തിന് പാത്രമാകുന്ന അന്യരെ നശിപ്പിക്കാൻ വേണ്ടിയും തമോ ഗുണികൾ തമസ്സിലേർപ്പെടും. ചുരുക്കത്തിൽ തപസ് തുടങ്ങിയ കാര്യങ്ങൾ പോലും ശ്രദ്ധാഭേദം കൊണ്ട് നമുക്ക് തപസ്സാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് നാശമാണ് ഉണ്ടാവുന്നത്. തപസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് രീതിയിലുള്ള തപസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. സത്വഗുണ പ്രധാനമായ തപസ് മാത്രമേ നമ്മൾ ചെയ്യാവൂ. മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാകണമെങ്കിലും നമ്മുടെ തപസ് സത്വഗുണ പ്രധാനമായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിശ്വാസം വ്യതിചലിച്ചു പോയിട്ട് നമ്മൾ നാശോന്മുഖമായി പോകും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശ്രദ്ധ വിശ്വാസം എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കുക. ഏതാണ് നിങ്ങളുടെ ശ്രദ്ധ, ഏതാണ് നിങ്ങളുടെ വിശ്വാസം, അതനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ഫലം തരുവാൻ എനിക്ക് കഴിയുക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മഹത്തായ ഈ ശ്രദ്ധാ നിയമം ദാനാദി കർമ്മങ്ങളെ പോലെ, ഇനിയും ഭഗവാൻ ഇതുവരെ തപസ്സിനെ പറ്റി പറഞ്ഞു, പലതിനെ പറ്റി പറഞ്ഞല്ലേ, ഇനിയും ഭഗവാൻ പറയാണ് ദാനങ്ങളിലും ഉണ്ട് സത്യവും താമസികവും രാജസികവും. അതെങ്ങനെയാണെന്ന് പറയാണ്.
ദാതവ്യമിതി യദ്ദാനം ദീയതേ അനുപാകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാതവ്യം ഇതി, ദാതവ്യം എന്ന് വെച്ചാൽ ദാനം എന്ന പുണ്യകർമ്മം തീർച്ചയായും ആചരിക്കേണ്ടതാണ്. എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ദാനം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദേശം, കാലം, പാത്രം. ദേശം നോക്കണം, കാലം നോക്കണം, ഒരു മിനിറ്റ്. കാലം നോക്കണം, ആരിൽ നിന്നും ഒന്നും കൊതിക്കാതെ ആയിരിക്കണം. അപ്പം ആ ദാനം ആണ് സാത്വികം. ദാനമെന്ന പുണ്യകർമ്മം തീർച്ചയായും ആചരിക്കേണ്ടതാണ് എന്ന നിശ്ചയത്തോടുകൂടി സ്ഥലം നോക്കിയും സന്ദർഭം നോക്കിയും വാങ്ങുന്നയാളിന്റെ അർഹത നോക്കിയും ആരിൽ നിന്നും ഇങ്ങോട്ട് ഉപകാരമെന്നും പ്രതീക്ഷിക്കാതെ, നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയും അവനവന്റെ കഴിവിന് തക്കവണ്ണം നാം ദാനം ചെയ്യണം. എന്താണ് നാം ദാനം ചെയ്യുന്നതെന്നോ, എങ്ങനെയാണ് ദാനം, എവിടെ, എങ്ങനെ, എപ്രകാരം, ആർക്ക് എന്നുള്ളത് വളരെ പ്രധാനമാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നമുക്ക് സോറി കേട്ടോ, നമുക്ക് ഇന്ന് ക്ലാസ് നിർത്തേണ്ടി വരുന്നു. കാരണം ഇവരുടെ കാഞ്ഞങ്ങാട് ഒരു അതുകൊണ്ട് ക്ലാസ് നിർത്തിയിട്ട് പറയാം. ഓഫ് ആക്കിക്കോളൂ. ഓം ശാന്തി ശാന്തി ശാന്തി. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.